കഴിഞ്ഞ 3 ദിവസം നീണ്ടുനിന്ന കറക്ഷന് ശേഷം മാർക്കറ്റിൽ ശക്തമായ റിക്കവറി വരികയും ഇൻഡെക്സ് 0.68% ഉയർന്ന് 22,146 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം IT ഇൻഡെക്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു 2%-ലേറെ ഉയർന്നു. കഴിഞ്ഞ 3 ദിവസമായി 12%-നടുത്ത് ഇടിഞ്ഞ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 3%-ഓളം റിക്കവറി കാഴ്ചവെക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1835ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 408ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസവും 1356 കോടിയുടെ സെല്ലിംഗ് നടത്തി. എക്കോണമിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് ഗ്ലോബൽ എക്കണോമിക് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് 7%-ന് മുകളിൽ നിലനിർത്തിയെന്ന അപ്ഡേറ്റ്. ഉയർന്ന കൺസ്യൂമർ കോൺഫിഡൻസ്, സസ്റ്റെയിൻഡ് ലെവൽ ഓഫ് ബിസിനസ്, സ്ട്രോങ് ഡൊമസ്റ്റിക് ഡിമാൻഡ് എന്നിവ പരിഗണിച്ചാണ് ഫിച്ച് റേറ്റിംഗ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് 7%-ന് മുകളിൽ നിലനിർത്തിയത്. കഴിഞ്ഞ 3 ക്വാർട്ടറുകളായി 8%-നടുത്തുള്ള GDP ഗ്രോത്ത് ഇന്ത്യയിൽ രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ GDP ഗ്രോത്ത് 7.8%-ലേക്ക് കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ലെവലായ 7.6%-ന് മുകളിലാണ്. ഉയർന്ന ജി ഡി പി ഗ്രോത്തിനോടൊപ്പം തന്നെ ഇന്ത്യ അതിൻ്റെ ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതും മാർക്കറ്റിന് അനുകൂലമായി പ്രവർത്തിക്കും എന്നാണ് ഫിച്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇയർ ഓൺ ഇയറിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ CPI ഇൻഫ്ലേഷൻ 5.7%-ൽ നിന്നും 5.1%-ലേക്ക് കുറഞ്ഞു. ഫുഡ് ഉൾപ്പെടെയുള്ള കോർ ഇൻഫ്ലേഷനിലും വ്യക്തമായ ഇടിവ് വന്നിട്ടുണ്ട്. കൂടാതെ ഇൻഫ്ലേഷൻ RBIയുടെ ടാർഗറ്റായ 2%-നും 6%-നും ഇടയിൽ നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഹാഫ് ഇയറോടുകൂടി, അതായത് 2024 കറണ്ട് ഇയറിലെ ഹാഫ് ഇയറോടുകൂടി 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കാമെന്നും ഡിസംബർ മാസത്തോടുകൂടി 75 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കാമെന്നും ഫിച്ച് എന്ന റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് അദാനി വിൽമാർ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 4.8% ഉയർന്ന് 348-നടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 509, 52 വീക്ക് ലോ 285. വരും സമയങ്ങളിൽ കമ്പനിയുടെ FMCG ബിസിനസ് ശക്തമായ വളർച്ച നേടുമെന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് 4.8%-ഓളം ഉയർന്നത്. FMCG സെഗ്മെൻറ്റിൽ ഇപ്പോൾ കമ്പനി 10% വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ വരും സമയങ്ങളിൽ ഈ വളർച്ച 15-18%-ലേക്ക് ഉയർന്നേക്കും. കമ്പനിയുടെ ടോട്ടൽ ബിസിനസിൻ്റെ 10%-ഓളം റവന്യൂ FMCG ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. 3653 കോടി രൂപയുടെ റവന്യൂ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി അദാനി വിൽമാറിൻ്റെ എഡിബിൾ ഓയിൽ ബിസിനസ്സിൽ ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് പ്രതീക്ഷിക്കാമെന്നും മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ പറയുന്നുണ്ട്. ഇവിടെ എഡിബിൾ ഓയിലിൻ്റെ കൺസപ്ഷൻ ഉയരുന്നതും വില കുറയുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റിൽ വോളിയം ഗ്രോത്ത് കൂടുന്നത്. അതോടൊപ്പം തന്നെ 2024 ഏപ്രിൽ മാസത്തിന് ശേഷം സപ്ലൈ സൈഡിലുള്ള കൺസ്ട്രെയിൻസ് കുറയുകയും ലോജിസ്റ്റിക് ചലഞ്ചസുകൾ ഏകദേശം ഒഴിവാവുകയും ചെയ്യും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി മികച്ച വളർച്ച കൈവരിക്കുമെന്നും മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കമൻട്രിയിൽ പറയുന്നുണ്ട്. അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് 348-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 325-നും 400-നും ഇടയിൽ സ്റ്റോക്കിലെ പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്നതാണ്. പലപ്പോഴും സ്റ്റോക്കിന് 325 എന്ന സോണിലെത്തുമ്പോൾ ഒരു ബൈയിങ് വരികയും സ്റ്റോക്ക് അവിടെ നിന്നും 400, 380 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരുകയും ചെയ്യും. അതുകൊണ്ട് പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാൻ താല്പര്യമുള്ളവർക്ക് അദാനി വിൽമാർ എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തേത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ മികച്ച റാലി കാണാൻ സാധിച്ചു. റെയിൽടെൽ കോർപ്പറേഷൻ 10%-ഓളം ഉയർന്ന് 339 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് ഒഡീസ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ നിന്നും 113 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. റെയിൽടെൽ കോർപ്പറേഷൻ 339-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 300 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 400, 450 തുടങ്ങിയ പ്രീവിയസ് ലെവലുകൾ ഗെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവർക്ക് റെയിൽടെൽ എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിന് പരിഗണിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് വിപ്രോ ലിമിറ്റഡ്.
കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.4% ഉയർന്ന് 516 ക്ലോസിംഗ് നൽകി. 2.7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.7, ഡിവിഡൻഡ് ഈൽഡ് 0.19%, 52 വീക്ക് ഹൈ 545, 52 വീക്കിലോ 352. വിപ്രോ എന്ന കമ്പനിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും. ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് പോയിന്റ് ഓഫ് വ്യൂ വിപ്രോ എന്ന സ്റ്റോക്കിൽ 485 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 530, 540 പോലുള്ള ടാർഗറ്റുകൾ വിപ്രോയിൽ നിന്നും എയിം ചെയ്യാം. കൂടാതെ വിപ്രോ എന്ന കമ്പനിക്ക് നെറ്റ് ഓക്സിജൻ പ്ലാറ്റ്ഫോമിൻ്റെ കൺസ്യൂമർ ബാങ്കിംഗ് സർവീസ് മോഡർണൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഡർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.